പാർലമെന്റിൽ പലസ്തീൻ അനുകൂല ബാഗുമായി എത്തിയിരിക്കുകയാണ് വയനാട് നിന്ന് ജയിച്ച MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. പലസ്തീൻ അനുകൂല ബാഗുമായി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയതോടുകൂടി വലിയ രീതിയിൽ അത് ഭരണകക്ഷിയുമായി അല്ലെങ്കിൽ BJPയുമായുള്ള വാക്പോരിന് വഴി തുറന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. BJP പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിൽ ഈ പാലസ്തീൻ അനുകൂല ബാഗ്, അതായത് തണ്ണിമത്തന്റെ ചിഹ്നമൊക്കെയുള്ള ബാഗാണ് ഈ പാലസ്തീൻ അനുകൂല ബാഗ് എന്ന് പറയുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കനി കുസൃതിയൊക്കെ കൊണ്ടുപോയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതേ ബാഗാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും കൊണ്ടുവന്നത്. ഈ ബാഗ് ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിലൂടെ ഇത് മുസ്ലിം പ്രീണനത്തിന് വഴിയൊരുക്കുകയാണ്, കോൺഗ്രസ് തുറന്ന മുസ്ലിം പ്രീണനത്തിന് വഴിയൊരുക്കുകയാണ് എന്നാണ് BJP ആരോപിച്ചത്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു അത് എന്നിരിക്കെ പ്രിയങ്ക ഗാന്ധി തിരിച്ച് പറഞ്ഞ മറുപടി കേട്ട് യഥാർത്ഥത്തിൽ BJPയിൽ വലിയ ചിരിയാണ് ഉണ്ടായത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അതായത് ഈ ഒരു സ്ത്രീക്ക് ഒരു ബാഗ് പോലും ധരിക്കാനുള്ള അവകാശമില്ലേ, ഇത് പുരുഷന്മാരുടെ സർവാധിപത്യമാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി തിരിച്ച് പറഞ്ഞത്. പോരാത്തതിന് ഞാൻ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അത് നിങ്ങളല്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി BJPയോട് തിരിച്ചു പറഞ്ഞത്. ഇതോടുകൂടി സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പൊട്ടിച്ചിരിയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോരാത്തതിന് ഈ പ്രിയങ്ക ഗാന്ധിയെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് അമിത് മാളവ്യ അദ്ദേഹം എക്സിൽ ട്വീറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയെക്കാളും വലിയ ദുരന്തം എന്നാണ് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ദുരന്തം എത്തിയിരിക്കുന്നു. ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി 2 മിനിറ്റ് എല്ലാവരും പാർലമെന്റിൽ മിണ്ടാതിരുന്ന് അനുശോചിക്കണം എന്നാണ് അമിത് മാളവ്യ പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സാക്ട് വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തിൽ പ്രിയങ്ക വാദ്രയാണ് ഏറെ നാളായി കാത്തിരുന്ന പരിഹാരമെന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസിലെ എല്ലാവർക്കും വേണ്ടി 2 മിനിറ്റ് നേരം മൗനം ആചരിക്കുക. അതായത് രാഹുൽ ഗാന്ധിയുടെ സ്വതസിദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങളുടെ ശൈലിയിൽ നിന്ന് തങ്ങൾക്കൊരു മോചനം ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന കോൺഗ്രസിന് 2 മിനിറ്റ് മൗനം നമ്മൾ ആചരിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പോരാത്തതിന് പാലസ്തീനിൽ ഇങ്ങനെ ബാഗ് കൊണ്ട് പാലസ്തീനെ അനുകൂലിക്കുന്ന ബാഗ് പാർലമെന്റിൽ കൊണ്ട് കളിക്കുന്നത് പുരുഷാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നതിലൂടെ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ദുരന്തമായി അവർ മാറിയിരിക്കുകയാണ്. അത് ശരിയാണ്. മുസ്ലിങ്ങളോട് കാണിക്കുന്ന വർഗീയ പ്രീണനം ഇപ്പോൾ പുരുഷാധിപത്യമായി മാറി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു പുതിയ അറിവാണ് എന്നാണ് അമിത് മാളവ്യ പറഞ്ഞിരിക്കുന്നത്. പോരാതെ അദ്ദേഹം അവസാനമായി പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് ആണ് പുതിയ മുസ്ലിം ലീഗും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പ്രിയങ്കയുടെ ഈ പലസ്തീൻ ഭാഗവുമായിട്ട് നിൽക്കുന്ന ചിത്രം ധാരാളം കോൺഗ്രസ് നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും വ്യാപകമായി ഷെയർ ചെയ്തിരുന്നു. പോരാത്തതിന് പ്രിയങ്ക ഗാന്ധി പലസ്തീൻ എംബസിയുടെ ചാർജ് ഡി അഫിലിയേഴ്സുമായി അതിൻ്റെ അഫിലിയേഴ്സിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അബഡ് എൽ റാസെറ്റ് അബു ജസാറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും പലസ്തീൻ അനുകൂല കെഫിയാണ് ധരിച്ചിരുന്നത്. അതായത് കറുപ്പും വെളുപ്പും ചേർന്ന ഒരു തൂവാലയാണ് ഈ കെഫിയ എന്ന് പറയുന്നത്, അത് ധരിച്ചിരുന്നു. പ്രിയങ്ക പറയുന്നത് ഇത് മാനവികതയുടെ നീതിയോടുള്ള അനുകമ്പയോടുള്ള ഒരു സമീപനമാണ്, ജനീവ കൺവെൻഷൻ ലംഘിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ആ സമയത്ത് സ്വാഭാവികമായിട്ടും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പ്രീണന സഞ്ചിയാണ് പ്രിയങ്ക ഗാന്ധി കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ സംബിത് പത്ര പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്നത് എന്നും സംബിത് പത്ര പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ BJPയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. അവസാനത്തെ ഒരു വാക്യം BJP ചോദിച്ചത് പലസ്തീനിലെ കുട്ടികളെക്കുറിച്ചും പലസ്തീനിലെ അവിടെ പീഡനം നേരിടുന്ന ആൾക്കാരെക്കുറിച്ചും വാതോരാതെ പറയുന്ന പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് ബംഗ്ലാദേശിന്റെ കാര്യം പറയുന്നില്ല എന്നാണ് BJP ചോദിച്ചത്. ഇതിൽ അക്ഷരാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി വെട്ടിലായി. അതോടുകൂടി പ്രിയങ്ക ഗാന്ധി BJP ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം, ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയും കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലുള്ള അടുത്ത ദിവസങ്ങളും, അതായത് ആദ്യത്തെ ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം പാർലമെന്റിൽ ചീറ്റിപ്പോയി, രണ്ടാമത്തെ ദിവസവും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.